160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? നമുക്ക് ഈ ക്വസ്റ്റിനെ രണ്ടായിട്ട് ഭാഗിക്കാം. അതിൽ ആദ്യത്തെ കേസ്, ട്രെയിന് ഒരാളെയാണ് മറികടക്കുന്നത്, അല്ലെ? പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെയാണ് മറികടക്കുന്നത്. ട്രെയിൻ ഒരാളെ മറികടക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് ട്രെയിനിന്റെ നീളം മാത്രം മതി, അതായത് 160 മീറ്റർ മതി. ഇനി ടൈം എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 8 സെക്കൻഡ്. ഇതിൽ നിന്ന് നമുക്ക് ട്രെയിനിന്റെ വേഗത കണ്ടുപിടിക്കാം. ട്രെയിനിന്റെ വേഗത കണ്ടുപിടിക്കുന്നത് നമ്മൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന ഇക്വേഷനിലാണ്. എന്ന് വെച്ചാൽ 160 ഡിവൈഡഡ് ബൈ 8, 16 8 2 തവണ, അപ്പൊ നമുക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു, അല്ലെ? 16 8 2 തവണ 160 20 തവണ ട്രെയിനിന്റെ സ്പീഡ് കിട്ടി. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ, പ്ലാറ്റ്ഫോമിനെ കടന്നു പോകാൻ ട്രെയിൻ എടുത്ത സമയം. സോ ട്രെയിൻ നീളമുള്ള ഒരു വസ്തുവിനെയാണ് മറികടക്കുന്നതെങ്കിൽ, ഇവിടെ പ്ലാറ്റ്ഫോം നീളമുള്ള വസ്തുവാണ്. ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ട്രെയിനിന്റെ നീളം 160ഉം പ്ലാറ്റ്ഫോമിന്റെ നീളം 200ഉം കൂടി കൂട്ടി 360 മീറ്റർ എന്ന് എടുക്കും. ഓക്കെയാണ്. ഇനി ട്രെയിനിന്റെ വേഗത നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 20 മീറ്റർ പെർ സെക്കൻഡ്. ടൈം കാണുന്ന ഇക്വേഷൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്, അതായത് 360 ഡിവൈഡഡ് ബൈ 20. ക്ലിയർ ആണോ? ഇവിടെ താഴെയും മേലെയും ഒരേപോലെ 0 കട്ട് ചെയ്ത് കളയാം. 36ന്റെ പകുതി, അതായത് 18 സെക്കൻഡ്. നമ്മുടെ ഉത്തരം എത്രയാണ് വരുന്നത്? 18 സെക്കൻഡ് ആണ് വരുന്നത്.